നമ്മളെ വീട്ടിലെ 10 ആൾക്കാരുണ്ടെങ്കിൽ 10 ആൾക്കാർക്കും 10 സ്വഭാവമാവും, 10 ടേസ്റ്റ് ആവും, 10 ഇഷ്ടങ്ങളാവും, 10 ദേഷ്യങ്ങളാവും അല്ലേ? എല്ലാവർക്കും എല്ലാ കാര്യത്തിലും വ്യത്യസ്തമാവും. അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോഴാണ് നമ്മളെ കുടുംബം നല്ലൊരു കുടുംബമായിട്ട് മാറുന്നുണ്ട് അല്ലേ? അങ്ങനെയൊക്കെ ആണെങ്കിലും ടേബിൾ മേൽ എത്തുമ്പം നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളുണ്ടാവും. അതുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഫുഡിനൊന്നും ആരും നിർബന്ധിക്കേണ്ടി വരില്ല അല്ലേ? അപ്പം ദാ ഇത് വഴുതന അച്ചാറാണ്. അച്ചാറല്ല, വേറൊരു രീതിയിൽ വിനീഗറൊന്നും ചേർക്കാതെ. പൊതുവേ ഒരുവിധ ആൾക്കാർക്കൊന്നും വഴുതന വല്ലാതെ ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ എൻ്റെ കാക്കുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് ഐറ്റംസാണിത്. ഇതും കുറച്ച് മോരും ഉണ്ടായാൽ പിന്നെ മൂപ്പർക്കൊന്നും വേണ്ട, ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. അപ്പം എൻ്റെ കാക്കുവിന് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് നോക്കുക. ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് നിങ്ങളൊന്ന് ടേസ്റ്റ് വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് ഉറപ്പുണ്ട്, എന്നിട്ട് നിങ്ങളെ വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. നല്ല പ്രോട്ടീനും വൈറ്റമിൻസൊക്കെ ഉള്ള ഒരു സംഭവമാണ് വഴുതന. പക്ഷെ ഒരുവിധം ആളുകൾക്കൊന്നും ഈ ഒരു പച്ചക്കറിയോട് വലിയൊരു താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏത് ഇഷ്ടപ്പെടാത്തവരും വഴുതന അടിച്ചു പൊളിച്ച് കഴിക്കും, ഉറപ്പുണ്ട്. ഈ ഒരു ഐറ്റംസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് വരെ ഇവിടെ വല്ലാതെ ആരും വഴുതന കൊണ്ടുവരാറില്ലായിരുന്നു. കൊണ്ടുവന്നാൽ തന്നെ സാമ്പാറിലൊക്കെ ഇടുക എന്നല്ലാതെ, സാമ്പാറിൽ ഇട്ടാലും അത് കാണുമ്പോൾ വേസ്റ്റ് ബോക്സിൽ ഉണ്ടാവും ആ ഒരു പീസ്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയതോടെ നെയ്ച്ചോറിലേക്കെല്ലാം നല്ലൊരു ടച്ചിങ്സാണിത്. ഇതുണ്ടാക്കി വെച്ച് 2-3 ദിവസത്തേക്കൊന്നും ഇത് പെട്ടെന്ന് കേടാവില്ല. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. മാക്സി അടിച്ച് മാത്രം നടന്നാൽ പോരല്ലോ, കുടുംബവും ടേബിളൊക്കെ നോക്കണ്ടേ? അപ്പോൾ ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു നിങ്ങൾക്ക് അറിയിക്കണം നിർബന്ധമായിട്ട് കേട്ടോ. ഒരു ഇടത്തരം വല്യുള്ളി, ഒരു തക്കാളി, 3 പച്ചമുളക്, എരിവ് കൂടുതൽ വേണ്ട, ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി, 4-5 ചീരുള്ളി, അതാണ് വേണ്ടത് കേട്ടോ. അതെന്ത് ചെയ്യുക, കുറച്ച് നല്ല ജീരകം, ചെറിയ ജീരകമല്ലേ നമ്മൾ പച്ചക്കറിയിലൊക്കെ ഇടണേ, അതൊരു സ്പൂണൊക്കെ ഇട്ടാൽ മതി. ഒരു സ്പൂൺ വേണ്ട, ഒരു ഇത്തിരി എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പുളി വേണം അതിലേക്ക് ഇട്ടാൽ. പുളിവെള്ളത്തിൽ നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ച് ചേർക്കുക. എന്നിട്ട് ഇത് 2-3 ദിവസത്തേക്ക് അതൊക്കെ ഇത് കേട് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. അതിനേക്കാളും നന്നാവും നമ്മൾ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. കാക്കു പറയാറുണ്ട് ഇവിടെ, നമ്മൾ അലുമിനിയത്തിൻ്റെ ഒക്കെ ചട്ടിയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന ദിവസമാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്യുക. ഇതിങ്ങനെ ഇട്ടിട്ട് കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും 1/2 സ്പൂൺ വേണം ഇതിലേക്ക്. ഇത് പെരിഞ്ജീരകം പൊടിച്ചതാണ്. ഇനി അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി. നമ്മൾ ഒരു കറിയിലേക്ക് ഇടണ എല്ലാ ഐറ്റംസും എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി ഇല്ലേ, അതും ഒരിത്തിരി ഇടുക. പച്ചമുളകും തക്കാളിയും എല്ലാം ഇതിൽ അരച്ച് ചേർത്തതുകൊണ്ട് അതങ്ങനെ തന്നെ കിടന്നോളും. ചിലർ ഇതിലേക്ക് ശർക്കര ചേർക്കൂട്ടോ. ശർക്കര ചേർത്താൽ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ തൽക്കാലം ഇവിടെ കാക്കൂന് ഇഷ്ടം ശർക്കര ചേർക്കാതെ ഇങ്ങനെ എടുക്കുന്നതാണ്. പുളി അത്യാവശ്യം നന്നായിട്ട് തന്നെ എടുക്കുക. എന്നിട്ട് ഇത് ഇനി ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമുക്കതിലേക്ക് നമ്മളെ വഴുതന അരിഞ്ഞ് ചേർത്തെടുക്കുക. വഴുതന നീളത്തിൽ അരിയരുത്, നെടുകെ പിളർത്തിയിട്ട് നമ്മൾ മേഘുപുരട്ടിയൊക്കെ ഉണ്ടാക്കണം അങ്ങനെയൊന്നും എടുക്കരുത്. കഷ്ണമായിട്ട് തന്നെ മുറിച്ചെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇടുക. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ തിളക്കാൻ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും നമുക്ക് പോയിട്ട് വഴുതന കട്ട് ചെയ്യുക. അതുപോലെ ഇനി ഇതിലേക്കൊരു ഇതും കൂടി വേണം. നമ്മൾ വേണമെങ്കിൽ ഇനി ഉലുവ എടുക്കാൻ മടിയുള്ളവർ അച്ചാർ പൊടി ഇടുക. അതല്ലെങ്കിൽ അതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെയുണ്ട് കട്ട് ചെയ്തെടുക്കേണ്ടത് വഴുതന. അപ്പയാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ടേസ്റ്റ് എന്നല്ല, ടേസ്റ്റ് എങ്ങനെ ഇട്ടാലും ടേസ്റ്റ് തന്നെ ആവും. വഴുതന ആ ഒരു ടേസ്റ്റ് തന്നെ വരുള്ളൂ എങ്ങനെ പിളർത്തിയാലും. പക്ഷേ കാണാനൊരു ലുക്ക് ഇങ്ങനെയാണ്. ഇതിങ്ങനെ തിളച്ച് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് വഴുതനങ്ങ കഷ്ണങ്ങൾ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരുപാട് വേവണ്ട, എന്നാൽ വേവാതിരിക്കാൻ വേണ്ട. ഇതിങ്ങനെ കുറുകന ചാറ് പോലെയാണ് ഉണ്ടാവുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി വിനിഗർ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വിനിഗറൊന്നും ഒഴിക്കാതെ ആ പുളിൻ്റെ ടേസ്റ്റിൽ മാത്രമാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ടേസ്റ്റ് മാറ്റേണ്ടവർക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാം. ഈ ടൈമിൽ ഒരു ഇത്തിരി ശർക്കര കൂടി ഇട്ട് കൊടുത്താൽ നെയ്ച്ചോറിനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതേ വെള്ളൂർ ഭാഗത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ഒരു ഫ്രണ്ട് എൻ്റെ ഒരു ഫ്രണ്ടല്ല, എൻ്റെ എളാമാൻ്റെ ഫ്രണ്ടാണ്. ആമ എന്ന് പറഞ്ഞാൽ ആമാൻ്റെ ഫ്രണ്ട് ആമാക്ക് പറഞ്ഞു കൊടുത്തിരുന്നത്. അപ്പോൾ ഇനി അത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണിത്. 1 സ്പൂൺ ഉലുവയും 1 സ്പൂൺ കടുകും കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം.
എന്നിട്ട് അതങ്ങനെ പൊടിച്ചെടുക്കുക. ഉലുവ കരിയരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോവും. ഈ ഒരു മഞ്ഞ കളറിൽ കിട്ടണം. ഉലുവ ഒരുപാട് കരിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറുന്നുണ്ട്. പിറ്റേന്നൊക്കെ ഒരു പഴമച്ചോയ വരുന്നുണ്ട്. ഇനി നമുക്ക് ഉണക്കമുളകും കടുകും ഇട്ടിട്ട് കടുകുവറ ആക്കിയെടുക്കുക. ഒരു 2 ഇല്ലി കരിവേപ്പും അതുപോലെ 2 ഇല്ലി ചപ്പും കൂടെ ഇട്ടാൽ സംഭവം ഉഷാറായി. ഇനി ഒരു പറ ചോറുണ്ടാകും, ഇത് തന്നെ മതി. ഇതിവിടെ ഉണ്ടാക്കുന്ന ദിവസം ഞങ്ങൾ മീനൊന്നും വാങ്ങല്ല, എല്ലാവർക്കും നല്ല ഇഷ്ടമാണിത്. നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന ഉറപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തോ നോക്ക്. എന്നും മെഴുകുവരട്ടിയല്ലേ ഉണ്ടാക്കണേ, ഇന്നൊരു ദിവസം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇനി കളറ് കൂട്ടണമെങ്കിൽ ഒരു എക്സ്ട്രാ ഇതൊക്കെ ഇട്ടാൽ മതി, ഒന്നും കൂടെ കുറച്ചധികം മുളക് പൊടിയൊക്കെ ഇട്ടാൽ മതി. ഇവിടെ മുളക് പൊടി വലിയ ഇഷ്ടം എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ വൈതന അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതിൻ്റെ കൂടെ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തിടുക. ഇന്നിപ്പോൾ നൈറ്റിൻ്റെ വീഡിയോസ് ഇടാനിപ്പോൾ ഒന്ന് വയ്യ, അതെല്ലാവർക്കും ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കണതിൻ്റെ തിരക്കിലാണ്. അടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഒരുമിച്ച്. നമ്മൾ മായാവി ഒന്നുമില്ലല്ലോ, എല്ലാവർക്കും ഒരുമിച്ച് ഫോട്ടോസ് ഇട്ട് കൊടുക്കാൻ. ഏതായാലും അൽഹംദുലില്ലാ 370 ബിറ്റ് ഇപ്രാവശ്യം എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് തീരുമാനമാക്കിയിട്ട് കാണാം ഇൻഷാ അല്ലാ. അതുകൊണ്ടാണ് ഇന്ന് പലരുടെയും ഫോൺ എടുക്കാത്ത കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നൈറ്റിനെ കുറിച്ചുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോൻ്റെ കമൻ്റ് ആയിട്ട് തന്നെ ഇടുക. എന്നാലും ആ ഡൗട്ട് മറ്റുള്ള ആർക്കെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതും ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. വാട്സപ്പിൽ ഇനി ഡൗട്ട് ചോദിച്ചിട്ട് ആരും മെസ്സേജ് അയക്കണ്ട, ഞാൻ റിപ്ലൈ തരൂല, ഇതിൽ തന്നെ വരണേ.